بسم الله الرحمن الرحيم. وقال الذين كفروا للذين آمنوا اتبعوا سبيلنا ولنحمل خطاياكم وما هم بحاملين من خطاياهم من شيء إنهم لكاذبون وليحملن أثقالهم وأثقالا مع أثقالهم وليسألن يوم القيامة عما كانوا يفترون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1344 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 29ാമത്തെ അധ്യായമായ സൂറത്തുൽ അൻകബൂത്തിലെ 12-13 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقال الذين كفروا للذين آمنوا اتبعوا سبيلنا ولنحمل خطاياكم وما هم بحاملين من خطاياهم من شيء إنهم لكاذبون وليحملن أثقالهم وأثقالا مع أثقالهم وليسألن يوم القيامة عما كانوا يفترون. صدق الله العلي العظيم. സൂറത്തുൽ അൻകബൂത്തിലെ 12-13 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. മക്കയിൽ ആദ്യകാല മുസ്ലിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെച്ച ജീവിത ദർശനം ഉൾക്കൊണ്ട് അത് പിൻപറ്റുന്നവരായി മാറിയപ്പോൾ നേരിടേണ്ടി വന്ന പല സമ്മർദ്ദങ്ങളും പല പ്രാതികൂല്യങ്ങളുമൊക്കെയാണ് ഈ സൂറത്തിന്റെ തുടക്കത്തിൽ പരാമർശിക്കപ്പെടുന്നത് നമ്മൾ കാണുകയുണ്ടായത്. വിശ്വാസപരമായ ദാർഢ്യതയോടുകൂടി നിലകൊള്ളുന്ന ആളുകൾ ഉള്ളതോടൊപ്പം തന്നെ ഭൗതികമായ നഷ്ടങ്ങൾ കണക്കുകൂട്ടി അത്തരം നഷ്ടങ്ങൾ സംഭവിക്കാതിരിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് സത്യവിശ്വാസം അതിൻ്റെ മൗലികമായ ദാർശനിക അടിത്തറയിൽ ഉൾക്കൊണ്ടതിന് ശേഷവും ആ മാർഗത്തിലേക്ക് കടന്നു വരാതെ കപടമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ആളുകളും അതോടൊപ്പം തന്നെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. വിശുദ്ധ ഖുർആൻ ഈ സൂറത്തിൽ നമ്മൾ പിന്നിട്ട ആയത്തുകളിൽ അത് പരാമർശിക്കുകയുണ്ടായി. വിശ്വാസ മാർഗത്തിലേക്ക് കടന്നു വന്ന ആളുകൾ വ്യക്തിപരമായും അവരെ വൈകാരികമായി വളരെ തളർത്തിക്കളയുന്ന വിധത്തിലുള്ള ബന്ധങ്ങളിൽ നിന്നും വലിയ ചെറുത്തുനിൽപ്പും പ്രതിഷേധവും ഒക്കെ നേരിടുകയുണ്ടായത്. ആ ഘട്ടത്തിൽ വിശേഷിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചുകൊണ്ട് അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ആ വിഷമം പങ്കിടുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തില് ഒരുപക്ഷെ ധാരാളം ആളുകൾ അത്തരം പ്രയാസങ്ങള് വിഷമങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടാവും. എന്നാൽ സഅദ് ഇബ്നു അബീ വഖാസിനെ പോലെയുള്ള ചില യുവാക്കള് അവരുടെ കുടുംബ പശ്ചാത്തലത്തിൽ നേരിടേണ്ടി വന്ന വലിയ മാനസിക സംഘർഷവും അവരുടെ വിശ്വാസം കൈവെടിയാൻ അവരെ നിർബന്ധിക്കുന്ന വിധത്തിലുള്ള സമ്മർദ്ദങ്ങളൊക്കെ അനുഭവിച്ചിരുന്ന ആളുകളാണ്. അത്തരം
ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ആ വിഷമം പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഘട്ടത്തില് എന്താണ് ശരിയായ നിലപാട്, എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്ന ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും അവരുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്നു. സമൂഹം അതിന് ഒരു ഉത്തരം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് സൂറത്തുൽ അൻകബൂത്തില് നമ്മൾ ഇന്നലെയും മിനിയാന്നൊക്കെ വായിച്ച ആയത്തുകൾ ഉൾപ്പെടെയുള്ള ഭാഗം അവതരിക്കുന്നത് എന്നാണ് വിശുദ്ധ ഖുർആൻ ആഴത്തില് പഠനം നടത്തിയ മുഫസ്സിറുകൾ പലരും ചൂണ്ടിക്കാണിക്കുന്നത്. അള്ളാഹു വളരെ ഖണ്ഡിതമായിട്ട് തന്നെ അവർക്ക് നൽകുന്ന ഒരു മറുപടി നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച ആയത്തുകളിൽ കാണുകയുണ്ടായി. മാതാപിതാക്കളോട് ഏറ്റവും ഉത്കൃഷ്ടമായ വിധത്തിലുള്ള നന്മ ചെയ്തുകൊണ്ട് അവരോട് ഇടപഴകണമെന്നും അവർക്ക് നന്മ ചെയ്യാൻ സന്താനങ്ങൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കണം എന്നൊക്കെ മനുഷ്യകുലത്തോട് അള്ളാഹു വസിയത്ത് ചെയ്തൊരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ അള്ളാഹു പറയുന്നത്, എന്നാൽ അവരാരെങ്കിലും അള്ളാഹുവിൽ പങ്കാളികളെ ചേർക്കാൻ നിങ്ങളിൽ ആരെയെങ്കിലും നിർബന്ധിക്കുകയാണെങ്കിൽ, നിങ്ങൾക്കാണെങ്കിൽ അതൊട്ടും ബോധ്യമുള്ള കാര്യവുമല്ല, അവരാവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംഗതി യുക്തിപൂർവമാണ്, ബുദ്ധിപൂർവകമാണ്, സത്യമാണ് എന്ന വിധത്തിലൊന്നും നിങ്ങൾക്ക് അത് ബോധ്യപ്പെട്ടിട്ടുമില്ല. അങ്ങനെയുള്ള ഒരു സംഗതി ചെയ്യാൻ നിങ്ങളെ അവർ നിർബന്ധിക്കുന്നുവെങ്കിൽ ഒരു കാരണവശാലും അവരെ നിങ്ങൾ അനുസരിക്കരുത്. നിങ്ങളൊക്കെയും ഇന്നല്ലെങ്കിൽ നാളെ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് മടങ്ങാനിരിക്കുന്നവരാണ്. ഈ കാര്യങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സകല വസ്തുതകളും അവയോട് നിങ്ങൾ എങ്ങനെ പ്രതികരിച്ചു എന്ന കാര്യവുമൊക്കെ തീർച്ചയായിട്ടും അള്ളാഹു ആ ഘട്ടത്തിൽ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും എന്നാണ് അള്ളാഹു പറയുകയുണ്ടായത്. എന്നാല് ജനങ്ങളുടെ കൂട്ടത്തില് വിശ്വസിച്ചിരിക്കുന്നു എന്ന് നാവുകൊണ്ട് പറയുന്ന ചില ആളുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെച്ച ജീവിത ദർശനം, അദ്ദേഹം കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവിക വാക്യങ്ങൾ, ഇതൊക്കെയും തങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നു, വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ചില ആളുകൾ പക്ഷെ ആ മാർഗത്തില് ദുരിതങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും ഏറ്റുവാങ്ങാൻ സന്നദ്ധരായിരുന്നില്ല. അവരതിനെ അള്ളാഹുവിന്റെ ശിക്ഷ ഏത് വിധത്തില് ഉപേക്ഷിക്കാൻ, മാറ്റി നിർത്താൻ, അകറ്റി നിർത്താൻ ഒരാൾ ശ്രമിക്കുമോ അതേ വിധത്തിലാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ വേണ്ടി വരുന്ന ത്യാഗ സഹനങ്ങളെ മാറ്റി നിർത്താൻ വേണ്ടി അവർ ശ്രമിക്കുന്നത്. അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വല്ല സഹായവും വിജയവും ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതൊക്കെ ആഘോഷിക്കുന്നതിന് അവര് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ പെട്ടവരാണ് എന്നുള്ള നിലക്ക് തന്നെ പാഞ്ഞു വരും. എന്നാൽ ഈ ആളുകളുടെ നെഞ്ചകങ്ങളിലുള്ള നിഗൂഢമായി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അള്ളാഹു അറിയുകയില്ല എന്ന ഒരു ധാരണയാണോ അവർക്കുള്ളത് എന്നാണ് അള്ളാഹു ഇവിടെ ചോദിക്കുന്നതായിട്ട് നമ്മൾ കാണുകയുണ്ടായത്. തീർച്ചയായിട്ടും വിശ്വാസം കൊണ്ട് ഹൃദയങ്ങളെ തെളിമയുള്ളതാക്കി മാറ്റിയവർ ആരാണ്, കാപട്യം കൊണ്ട് ഹൃദയങ്ങളെ ആവരണം ചെയ്തിരിക്കുന്നവര് ആരാണ് എന്നത് അള്ളാഹുവിന് കൃത്യമായിട്ട് അറിയാം എന്നാണ് അള്ളാഹു അവിടെ പറഞ്ഞു വെക്കുകയുണ്ടായത്. അതിനെ തുടർന്നാണ് നമ്മൾ ഇന്ന് വായിച്ചു വെച്ചിരിക്കുന്ന രണ്ടായത്തുകൾ വരുന്നത്. സത്യവിശ്വാസം അവലംബിച്ച ഇസ്ലാമിക സമൂഹത്തിന്റെ ആ ആദ്യ തലമുറ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന ദൗത്യത്തിന് ശ്രദ്ധ കൊടുത്തുകൊണ്ട് സത്യമാർഗത്തിലേക്ക് കടന്നു വന്ന ആദ്യ തലമുറയിലെ ആളുകളോട്
മക്കയിലെ ഖുറൈശി കുടുംബങ്ങളിലും അതുപോലെ സമൂഹത്തിൽ പൊതുവായുമുള്ള പൗരപ്രമുഖന്മാരും കുടുംബങ്ങളിലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ എന്താണ് ആ വിശ്വാസത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരുന്നത് എന്നത്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വസ്തുത എന്താണ് എന്നത് വെളിപ്പെടുത്തുകയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച രണ്ടായത്തുകളിലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. വഖാലല്ലദീന കഫറു ലില്ലദീന ആമനു, നിഷേധികൾ വിശ്വാസികളോടായിട്ട് പറഞ്ഞു, സത്യവിശ്വാസ മാർഗം സ്വീകരിച്ച ആളുകളോട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രവാചകത്വത്തെ തള്ളിക്കളഞ്ഞ നാട്ടിലെ പ്രമുഖന്മാരായ അവരുടെയൊക്കെ മേൽ വലിയ സ്വാധീനമുണ്ടായിരുന്ന നിഷേധികളായ ആളുകൾ ഇങ്ങനെയാണ് പറഞ്ഞത്: ഇത്തബിഉ സബീലന, നിങ്ങൾ ഞങ്ങളെ പിൻപറ്റിക്കോളൂ, നിങ്ങൾ ഞങ്ങളുടെ മാർഗം പിൻപറ്റിക്കോളൂ. വലനഹ്മിൽ ഖതായാക്കും, നിങ്ങളുടെ പാപങ്ങളൊക്കെ ഞങ്ങൾ പേറിക്കൊള്ളാം, നിങ്ങളൊന്നും പേടിക്കണ്ട, ഞങ്ങൾ പറയുന്നത് പോലെ ഞങ്ങളുടെ വഴി പിന്തുടർന്നാൽ മതി. ഒരു കാര്യത്തിന്റെ പേരിലും നിങ്ങൾക്ക് പേടി വേണ്ട. നിങ്ങളുടെ പാപങ്ങളുടെ പേരിൽ നിങ്ങളെ പാരത്രിക ലോകത്ത് അള്ളാഹു പിടികൂടും എന്ന ആശങ്കയൊന്നും നിങ്ങൾക്ക് വേണ്ട. അങ്ങനെ വല്ല സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ അത് ഏറ്റെടുത്തോളും. ഇതാണ് ഈ കുഫാറുകള് ഈ ആദ്യ തലമുറയിലെ മുഅ്മിനുകളായ യുവാക്കളോടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾ എന്തിനു പേടിക്കണം? നിങ്ങൾ പറയുന്നത് മരണാനന്തരം അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുമ്പോൾ നിങ്ങളുടെ പാപങ്ങളുടെ പേരിൽ, നിങ്ങളുടെ നിഷേധത്തിന്റെ പേരിൽ, നിങ്ങളുടെ പ്രവാചകനെ കളവാക്കിയതിന്റെ പേരിലൊക്കെ നിങ്ങൾ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുമെന്നാണല്ലോ. അങ്ങനെ ഒരു പേടി നിങ്ങൾക്ക് വേണ്ടതില്ല. ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ അങ്ങ് ചെയ്താൽ മതി. ഇത്തബിഉ സബീലന, ഞങ്ങളുടെ വഴിയിലൂടെ നിങ്ങൾ അങ്ങ് സഞ്ചരിച്ചാൽ മതി. എന്നാലോ വലനഹ്മിൽ ഖതായാക്കും, ഇനി വല്ല പാപങ്ങളും നിങ്ങളുടെ പേരിൽ പരിഗണിക്കപ്പെടുകയാണെങ്കിലും, നിങ്ങളെ എന്തെങ്കിലും പാപത്തിന്റെ പേരിൽ പിടികൂടപ്പെടുകയാണെങ്കിൽ അതിലൊന്നും നിങ്ങൾ ഒട്ടും വറീഡ് ആവണ്ട. ഞങ്ങളത് ഏറ്റെടുത്തോളൂ, അത് ഞങ്ങൾ വഹിച്ചോളൂ, ഞങ്ങൾ ചുമന്നോളൂ. നിങ്ങൾ അതൊന്നും പിടികൂടാൻ പോകുന്നില്ല, അത് ഞങ്ങൾ ഏറ്റെടുത്തു എന്നാണ് അവർ പറയുന്നത്. വമാ ഹും ബിഹാമിലീന മിൻ ഖതായാഹും, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വസ്തുത അള്ളാഹു വെളിപ്പെടുത്തുകയാണ്. ഇവരെ, നിങ്ങളുടെ ഇവരുടെ കൂട്ടത്തിലെ സത്യവിശ്വാസം അവലംബിച്ച ആളുകളുടെ പാപങ്ങളൊന്നും ഏറ്റെടുക്കാൻ പോകുന്നില്ല. വമാഹും ബിഹാമിലീൻ, ഇവര് വഹിക്കാൻ പോകുന്നില്ല മിൻ ഖതായാഹും, അവരുടെ പാപങ്ങൾ. അത് അവരുടെ വായ കൊണ്ടുള്ള പറച്ചിൽ മാത്രമാണ്. വമാഹും ബിഹാമിലീന മിൻ ഖതായാഹും മിൻ ഷൈ, അതിലൊരു തരിമ്പ് പോലും, അവരുടെ പാപങ്ങളുടെ ഒരു തരിമ്പ് പോലും ഇവരെ ഏറ്റെടുക്കാൻ പോകുന്നില്ല. ഇന്നഹും ലകാദിബൂൻ, അവര് പച്ച കള്ളമാണ് പറയുന്നത്, കള്ളം പറയുന്നവരാണ് അവർ. എന്നിട്ട് തുടർന്ന് അള്ളാഹു പറയുകയാണ്: വലയഹ്മിലുന്ന അസ്ഖാലഹും വഅസ്ഖാലം മഅ അസ്ഖാലിഹിം, തീർച്ചയായിട്ടും ഇങ്ങനെ ഞങ്ങൾ നിങ്ങളുടെ പാപങ്ങളൊക്കെ പേറിക്കൊള്ളാം, നിങ്ങൾ അതൊന്നും കാര്യമായിട്ട് എടുക്കേണ്ടതില്ല, നിങ്ങൾ ഞങ്ങളെ പിൻപറ്റിയാൽ മതി. നിങ്ങളുടെ പാപങ്ങൾ വല്ല വിഷയമാവുന്ന ഘട്ടത്തില് അതൊക്കെ ഞങ്ങൾ അങ്ങ് ഏറ്റെടുത്തോളാം എന്ന് പറയുന്ന ഈ ആളുകളുണ്ടല്ലോ, അവരൊരിക്കലും തന്നെ അവരുടെ പാപങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്നില്ല. അവര് പച്ച കള്ളമാണ് പറയുന്നത്. ഇന്നഹും ലകാദിബൂൻ, അവര് വ്യാജന്മാരാണ്, കള്ളം പറയുന്നവരാണ്. മറിച്ച് വലയഹ്മിലുന്ന അസ്ഖാലഹും, ഈ അവകാശവാദം ഉന്നയിക്കുന്ന ഞങ്ങള് പാപങ്ങളെ ഏറ്റെടുത്തോളും എന്ന് പറയുന്ന ആളുകൾ, അവര് തീർച്ചയായിട്ടും അവരുടെ പാപങ്ങൾ പേറും. അവരുടെ പാപങ്ങളുടെ ഭാണ്ഡങ്ങള്, അതിന്റെ ഭാരം അവര് വഹിക്കും. അസ്ഖാലം മഅ അസ്ഖാലിഹിം, അവരുടെ ഭാണ്ഡങ്ങൾക്ക് പുറമെ വേറെ ചില ഭാണ്ഡങ്ങളും അവര് വഹിക്കേണ്ടി വരും. അവര് ചെയ്ത പാപങ്ങളുടെ പാപഭാരങ്ങളായിട്ടുള്ള അസ്ഖാലുകള് തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന നാളിൽ അവര് ചുമക്കേണ്ടി വരും. അത് കൂടാതെ വേറെയും ചില ഭാണ്ഡങ്ങള്
അവര് പേർന്നുണ്ടാകും. അവര് കാരണമായി വഴിപിഴച്ച ഒരുപാട് ആളുകൾ ഉണ്ടാവും. അവരുടെ പാപങ്ങള് അവര് വഴിപിഴക്കാൻ കാരണമായി എന്നതും ഒരു പാപാണല്ലോ. ആ പാപഭാരവും ഇവര് പേർന്നുണ്ടാവും. എന്നാൽ ഒരിക്കലും തന്നെ അവര് കാരണമായി വഴിപിഴച്ച ആളുകളുടെ പാപങ്ങള് അവരെ ഏറ്റുവാങ്ങേണ്ടി വരുന്ന പാപങ്ങള് ഇവര് വഹിക്കുന്നതല്ല. അവരെ വഴിപിഴപ്പിച്ചതിനുള്ള പാപം തീർച്ചയായിട്ടും ഇവര് പേറേണ്ടി വരികയും ചെയ്യും. അതിന്റെ പേരില് ഇവര് കാരണമായി വഴിപിഴച്ച ആർക്കും ഒരു ഇളവും ലഭിക്കാൻ പോകുന്നില്ല. വല യുസ്അലുന്ന യൗമൽ ഖിയാമത്തി അമ്മാ കാനൂ യഫ്തറൂൻ. അവരിങ്ങനെ വ്യാജമായി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളുടെ പേരിൽ തീർച്ചയായിട്ടും ഉയർത്തെഴുന്നേൽക്കുന്ന നാളിൽ അവര് വിചാരണ ചെയ്യപ്പെടുന്നതാണ്, ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അവര് ഈ പച്ചക്കള്ളം ചമച്ചുണ്ടാക്കിയിട്ട് വ്യാജമായ അവകാശവാദങ്ങൾ നടത്തുകയായിരുന്നു എന്നതാണ് വസ്തുത. അതിന്റെ പേരിലും അവര് അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന നാളിൽ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ വിചാരണ നേരിടുന്നതാണ്, അവര് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഞാൻ വായിച്ചു വെച്ച ആയത്തുകളുടെ സാരം ഇതാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മക്കയിലെ ചില ആളുകൾ നടത്തിയ പ്രതികരണങ്ങളോട് അള്ളാഹു അത് സംബന്ധമായിട്ട് നൽകുന്ന ഒരു മറുപടിയാണ്. എന്നാൽ ഇത് അവരുടെ കാലത്ത് മാത്രമുള്ള ഒരു കാര്യമൊന്നുമല്ല. എല്ലാ കാലഘട്ടത്തിലും ജീവിതത്തെ വളരെ ലാഘവത്തോടു കൂടി കാണുന്ന ആളുകൾ, ജീവിതത്തിന്റെ സത്യം അന്വേഷിച്ചുകൊണ്ട് നിലപാട് സ്വീകരിക്കാൻ മുതിരുന്ന ആളുകളോട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഇത് തന്നെയാണ്. നിങ്ങൾ അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട. അതിന്റെ പേരിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ അത് ഞങ്ങൾ പേറിക്കൊള്ളാം, അത് ഞങ്ങളേറ്റു. പാപ്പമാര് മക്കളോട്, നേതാക്കന്മാര് അനുയായികളോട് ഒക്കെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യാജമായ, തീർത്തും അബദ്ധജടിലവും ചമച്ചുണ്ടാക്കിയ പച്ചക്കള്ളവുമായ ഒരു കാര്യമാണ്. ഇവർക്ക് ഒരു കാരണവശാലും മറ്റുള്ളവരുടെ പാപം ഏറ്റുവാങ്ങാൻ കഴിയുകയില്ല എന്നാണ് അള്ളാഹു തീർത്തു പറയുന്നത്. അവർ കള്ളം പറയുകയാണ് എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കാര്യം. അവർക്ക് ആ പ്രത്യേക ഘട്ടത്തില് തങ്ങളുടെ അടുത്ത ആളുകള് അള്ളാഹുവിന്റെ പ്രവാചകനെ പിൻപറ്റി എന്ന ആ വിഷമം ഒഴിവായി കിട്ടാൻ വേണ്ടി അവര് കള്ളം പറഞ്ഞ് അവരെ പ്രേരിപ്പിക്കുകയാണ്. നിങ്ങൾ അതിട്ടേച്ചിങ്ങ് പോന്നാൽ മതി, നിങ്ങൾ ഞങ്ങളുടെ വഴിയിലേക്ക് തിരിഞ്ഞ് ഞങ്ങളുടെ മാർഗം പിൻപറ്റിയാൽ മതി, നിങ്ങളുടെ സകല പാപങ്ങളും ഞങ്ങൾ ഏറ്റെടുത്തോളാം, അങ്ങനെ വല്ല കാര്യവും ഉണ്ടെങ്കിൽ എന്നാണ് ഇവര് പറഞ്ഞുകൊണ്ടിരുന്നത്. യഥാർത്ഥത്തില് എന്താണ് അവരുടെ ആ സംസാരത്തിന്റെ ഒരു അടിത്തറ? ഈ ആളുകള് പാരത്രിക ജീവിതത്തിൽ വിശ്വാസമില്ലാത്തവരാണ്. മരണാനന്തരം അള്ളാഹുവിനെ കണ്ടുമുട്ടുകയും വിചാരണ നേരിടുകയും ചെയ്യേണ്ടി വരും, അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും വിശ്വാസമില്ലാത്ത ആളുകളാണ്. അള്ളാഹുവിന്റെ അസ്തിത്വത്തിൽ തന്നെ വേണ്ട വിധത്തിലുള്ള വിശ്വാസമല്ല അവർക്കുള്ളത്. ഈ ആളുകള് എന്നിട്ട് അള്ളാഹുവിന്റെ പേരിൽ വ്യാജമായിട്ട് പറയുകയാണ്, അങ്ങനെ പാരത്രിക ജീവിതം എന്നൊരു സംഗതി ഇല്ല, മരണശേഷം ഒരു ജീവിതമൊന്നുമില്ല, ഒരു പുനരുത്ഥാനം എന്നൊക്കെ പറയുന്നത് വെറും കെട്ടുകഥകൾ മാത്രമാണ്, വ്യാജമായ കഥകൾ മാത്രമാണ്, അങ്ങനെയൊന്നും സംഭവിക്കാനേ പോകുന്നില്ല, മരണത്തോടു കൂടി എല്ലാം തീർന്നു, പിന്നീട് ഒരു ഉയർത്തെഴുന്നേൽപ്പും വിചാരണയും ഒന്നൊന്നുമില്ല, അതൊക്കെ വെറും യക്ഷിക്കഥകൾ മാത്രമാണ്, അതൊന്നും വിശ്വസിച്ചുകൊണ്ട് ജീവിതം നഷ്ടപ്പെടുത്തണ്ട എന്നൊക്കെയാണ് അവര് തങ്ങളെ കേൾക്കാൻ സന്നദ്ധരാകുന്ന ആളുകളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അടുത്ത ബന്ധുക്കളും അടുത്ത അനുയായികളും ഒക്കെയായ ആളുകള് ആശയക്കുഴപ്പത്തിലാകാൻ അത് വലിയ കാരണമാവുകയാണ്. അവർക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനം യാഥാർത്ഥ്യമാണ് എന്നത് ബോധ്യപ്പെട്ടതാണ്. ആ മാർഗത്തിലേക്ക് അവർ പ്രവേശിക്കുകയും ചെയ്തിരിക്കുന്നു. പക്ഷെ അവരെ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് ഈ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവര് പറയുന്നത്, അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന നാളിൽ ഈ പാപഭാരമൊന്നും പേറാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല, നിങ്ങൾ പറയുന്ന പോലെ നിഷേധികളാവാൻ ഞങ്ങൾ ഒരുക്കമല്ല എന്നൊക്കെ അവർ പറയുമ്പോൾ അവര് നൽകുന്ന മറുപടി ഇതാണ്, നിങ്ങൾ എന്തിന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നു,
അങ്ങനെ ഒരു പരലോക ജീവിതമൊന്നും വരാനില്ല. മരണാനന്തരം ഒരു ഉയർത്തെഴുന്നേൽപ്പോ വിചാരണയോ ഒന്നുമില്ല. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ പാപങ്ങൾ ഒരു വിഷയമായി വരികയാണെങ്കിൽ തന്നെ അതൊക്കെ ഞങ്ങളെ ഏറ്റു, അതൊക്കെ ഞങ്ങൾ ചുമന്നോളാം, നിങ്ങൾ അതൊന്നും അറിയേണ്ടതില്ല എന്നൊക്കെ ഈ ആളുകളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു മക്കയിലെ ഈ കുഫാറുകൾ. സമാനമായ സ്വഭാവത്തിൽ നമ്മുടെ കാലഘട്ടത്തിലും നമ്മുടെ ചുറ്റുപാടുമൊക്കെ പലരും പറയുന്നത് പലപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്. മാതാപിതാക്കൾ പറയും, നേതാക്കന്മാര് പറയും, അതുപോലെ ഈ ഭൗതിക ദർശനം ചുമന്നുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് തീർത്ത് പറയാൻ കഴിയുന്ന വിധത്തിലുള്ള വൈജ്ഞാനികമായ അടിത്തറയില്ലാത്ത ശാസ്ത്രത്തിന്റെയോ അല്ലെങ്കിൽ വിജ്ഞാനങ്ങളുടെയോ ഒക്കെ പേരിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പല മൂഢന്മാരും ഉണ്ട്. അവർക്ക് കാര്യങ്ങളുടെ യാഥാർത്ഥ്യം അറിയില്ല എന്നതാണ് വസ്തുത, അല്ലെങ്കിൽ അവരത് മൂടിയിടുന്നു എന്നതാണ് വസ്തുത. എന്നാൽ ഇത്തരം വാഗ്ദാനങ്ങൾ നൽകുന്നതിൽ അവരൊരു കുറവും വരുത്താറില്ല. സത്യവിശ്വാസത്തിന്റെ മാർഗത്തിൽ പ്രവേശിച്ച ആളുകളെ വഴിതെറ്റിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതിന് അവർക്ക് യാതൊരു മടിയും ഉണ്ടാവാറില്ല. നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണെങ്കിൽ നിങ്ങൾ ആ വഴിക്ക് പോയിക്കോളൂ, ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ ആ വഴിക്ക് വരുന്നില്ല എന്നല്ല അവര് പറയുന്നത്. മറിച്ച് നിങ്ങൾ പിന്തുടരുന്ന വഴി ശരിയല്ല, അത് അബദ്ധമാണ്, കെട്ടുകഥയാണ്, അങ്ങനെ ഒരു സംഗതി സംഭവിക്കാനിരിക്കുന്നില്ല, ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങളെ ഏറ്റു എന്നാണ് അവർ പറയുന്നത്. ആരെ ഏറ്റു എന്ന് ഈ പറയുന്ന ആളുകൾക്ക് അത് ഏൽക്കാൻ സാധിക്കുമോ? അവർക്ക് കാര്യങ്ങളുടെ മേൽ വല്ല സ്വാധീനമോ അധികാരമോ ആ നാളിൽ ഉണ്ടാകുമോ എന്നതൊന്നും ആലോചിക്കാതെയാണ് അവര് ഈ വാക്യങ്ങൾ, ഈ വാചകങ്ങൾ തട്ടിവിടുന്നത്. ഇതാണ് ഈ പ്രതികരണം. ഇത് മക്കയിലെ നിഷേധികള് കാഴ്ചവെച്ച ഒരു പ്രകടനം മാത്രമായിരുന്നില്ല. എല്ലാ ഘട്ടത്തിലും ഈ നമ്മുടെ കാലഘട്ടത്തിലെ ഭാഷ കടമെടുത്ത് പറയുകയാണെങ്കിൽ ഈ അമ്മാവൻ ചമയുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ പൊതു സ്വഭാവമാണത്. അമ്മാവനാവാം, അല്ലെങ്കിൽ വാപ്പയാവാം, അല്ലെങ്കിൽ അച്ഛനാവാം, ഇങ്ങനെയൊക്കെ ഉള്ളവരാവാം. ഇവര് അതൊക്കെ അങ്ങ് ഏറ്റെടുത്തോളാം എന്നുള്ള നിലക്ക് സംസാരിക്കുമ്പോൾ അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന സമയത്ത് വിചാരണ നേരിടേണ്ടി വരുന്ന ഘട്ടത്തില് ഈ ആളുകളുടെ ഉത്തരവാദിത്വം, അവരുടെ വ്യതിചലനത്തിന്റെ പേരിലുള്ള ഉത്തരവാദിത്വമൊക്കെ തങ്ങളെ ഏറ്റെടുത്തു എന്ന വിധത്തിലാണ് ഇവർ പറയുന്നത്. ഇത് വ്യക്തിപരമായ കുടുംബപരമായ കാര്യങ്ങൾ മാത്രമല്ല, സംഘടനകളുടെ നേതാക്കന്മാരും ഇങ്ങനെയൊക്കെയുള്ളവരാണ്. പൗരോഹിത്യത്തിന്റെ ഉടയാടകൾ അണിഞ്ഞിട്ടുള്ള പല ആളുകളും പലപ്പോഴും അനുയായികളെ കൂടെ നിർത്തുന്നത് ഇങ്ങനെയുള്ള വ്യാജമായ പല വാഗ്ദാനങ്ങളും നൽകിക്കൊണ്ടാണ് എന്നതാണ് വസ്തുത. അതൊക്കെ നമ്മളെ ശേഷ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ള നിലക്കാണ് അവരിൽ പലരും സംസാരിക്കാറുള്ളത്. ഇത് പക്ഷെ വിലപ്പോകാൻ പോകുന്നില്ല. അള്ളാഹു അതിനെ ഖണ്ഡിച്ചിരിക്കുകയാണ് ഇവിടെ. അതിന്റെ വസ്തുത നമുക്ക് പരിശോധിക്കാവുന്നതുമാണ്. അപ്പൊ അള്ളാഹു ഇവിടെ പറയുന്നത്, ഈ ആളുകള് മക്കയിലെ ആദ്യകാല വിശ്വാസികളോട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, ഇത്തബിഉ സബീലന, നിങ്ങൾ ഞങ്ങളുടെ വഴിക്ക് വന്നോളൂ, വൽനഹ്മിൽ ഖതായാക്കും, നിങ്ങളുടെ പാപങ്ങള് ഞങ്ങൾ പേറിക്കൊള്ളാം, വമാഹും ബിഹാമിലീന മിൻ ഖതായ, എന്നാൽ അവരൊരിക്കലും തന്നെ ഇവരുടെ പാപങ്ങള് ഏറ്റുവാങ്ങാൻ പോകുന്നില്ല, അത് പേറാൻ പോകുന്നില്ല. മിൻ ഷൈഇ, ഒരു തരിമ്പ് പോലും. ഇന്നഹും ലകാദിബൂൻ, അള്ളാഹു പറയുന്ന അവര് വ്യാജം പറയുകയാണ്, കള്ളം പറയുകയാണ്. ഇവർ പറയുന്നത് കള്ളമാണ് എന്നത് സ്വബോധമുള്ള, കാര്യങ്ങള് വിവേചിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ബുദ്ധിയുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാവും. അവരുടെ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി അങ്ങ് തട്ടിവിടുകയാണ് എന്ന കാര്യം. അത് തിരിച്ചറിയാനാണ് മനുഷ്യന് അള്ളാഹു ബുദ്ധിയും വിവേകവും ഒക്കെ നൽകിയിരിക്കുന്നത്. അത് പ്രയോജനപ്പെടുത്തുകയാണ് ഇക്കാര്യത്തിൽ വേണ്ടത്. ഇനി ഇതിന്റെ വസ്തുത ഒന്ന് പരിശോധിക്കാം. ഭൗതിക ലോകത്ത് ഈ ആളുകള് അള്ളാഹുവിന്റെ ശത്രുക്കളായി ജീവിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകനെ കളവാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ അവരുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്ന ജീവിത സരണിയെ തള്ളിക്കളഞ്ഞുകൊണ്ട് ധിക്കാരികളും താന്തോന്നികളുമായിട്ട് ജീവിക്കുന്ന ആളുകൾ, അവരാണ് ഈ പറയുന്നത് അള്ളാഹുവിന്റെ മുന്നിൽ എത്തുമ്പോ നിങ്ങളുടെ പാപം ഞങ്ങൾ ഏറ്റെടുത്തോളാം, നിങ്ങൾ വിഷമിക്കണ്ട എന്നുള്ളതാണ്.
ഭൗതിക ലോകത്ത് പോലും അവരുടെ കാര്യം ഇങ്ങനെയാണ്. പാരത്രിക ലോകത്ത് അള്ളാഹുവിന്റെ മുന്നിൽ വരുമ്പോ ഇവര് അള്ളാഹുവിനോട് സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ പാപം ഏറ്റെടുക്കുമെന്നും അള്ളാഹു ഇവരെ അനുസരിച്ചുകൊണ്ട് നിങ്ങളുടെ പാപം അവരുടെ ചുമലിൽ വെച്ച് കെട്ടുമെന്നും എന്താണ് ഈ പറയുന്നത്? അപ്പൊ അള്ളാഹു ആര്? ഇവര് പറഞ്ഞേ കേൾക്കാൻ നിൽക്കുന്ന ഒരു കളിപ്പാവേ. എന്താണ് അവർ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്? ഇങ്ങനെ ഒരു വിചാരണയുണ്ട്, രക്ഷാ ശിക്ഷകളൊക്കെ ഉണ്ട് എങ്കിൽ പിന്നെ അള്ളാഹുവിന്റെ മുന്നിൽ എത്തുന്ന നേരത്തെ ഇവര് പറയുന്നത് പോലെ ഇവരുടെ അനുയായികളുടെ പാപങ്ങള് അള്ളാഹു ഇവര് പറയുന്നത് പോലെ അവരുടെ മേലെ വെച്ച് കെട്ടുമെന്നും. ഇനി പോകട്ടെ, ഇവർക്ക് അങ്ങനെ പറയാൻ കഴിയുമോ? ആ ഘട്ടത്തില് ഇവരുടെ സ്വബോധം പോലും നഷ്ടപ്പെടുന്ന വിധത്തില് അതിഭീകരമായ ഒരു അനുഭവത്തിലൂടെയാണ് അവർ കടന്നു പോകാനിരിക്കുന്നത്. സ്വന്തം പാപഭാരങ്ങള് അവരെ തുറിച്ചു നോക്കുന്ന ഘട്ടത്തില് അത് അവരിൽ സൃഷ്ടിക്കുന്ന കടുത്ത അസ്വസ്ഥതയുടെ അവസ്ഥയില് മറ്റുള്ളവരുടെ കാര്യം ആലോചിക്കാൻ ഇവർക്ക് സാധിക്കുമെന്ന്. അള്ളാഹുവെ, ഞങ്ങൾ കാരണമായിട്ട് വഴിപഴിച്ച ആളുകളാണ് ഇവര്. അവരുടെ പാപഭാരങ്ങൾ കൂടി ഞങ്ങൾക്കിങ്ങ് തന്നേക്കൂ, അത് ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്ന് പറയാൻ ഇവർക്ക് സാധിക്കുമെന്നും. അങ്ങനെ സാധിക്കുന്ന ആരുണ്ടാവും? സ്വന്തം പാപം തന്നെ മക്കളുടെയോ ഇണകളുടെയോ വേറെ ആരുടെയെങ്കിലും ഒക്കെ ചുമലിൽ വെച്ച് കെട്ടിയിട്ട് രക്ഷപ്പെടാൻ പറ്റുമോ നോക്കുന്ന ഒരു നാളാണത്. സ്വന്തം മക്കളെ പോലും ശ്രദ്ധിക്കാൻ കഴിയാത്ത ഒരു നാള്. പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീ അവളുടെ ഗർഭസ്ഥ ശിശുവിന്റെ കാര്യത്തിൽ അശ്രദ്ധ ഉള്ളവളായി പോകുന്ന ഒരു നാളാണ് വരാൻ പോകുന്നത്. ആ സമയത്ത് മറ്റുള്ളവരുടെ പാപം ഞങ്ങൾ കാരണമായിട്ട് പഴച്ചുപോയ കൂട്ടരാണ്, അതുകൊണ്ട് അവരുടെ പാപം ഞങ്ങളെ ഏൽപ്പിച്ചോളൂ എന്ന് ഈ ആളുകൾ പറയും എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വ്യാജമായ, അതിനേക്കാൾ കള്ളമായ വേറെ എന്താണ് മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയുക? ഇത് പാരത്രിക ലോകത്തെ മനുഷ്യൻ നേരിടാൻ പോകുന്ന വിഹുലതയുടെ അവസ്ഥയെക്കുറിച്ചാണല്ലോ പറയുന്നത്. ഭൗതിക ലോകത്ത് തന്നെ വലിയൊരു അപകടം ഉണ്ടായി, ഒരാൾക്ക് അതിമാരകമായ പരിക്കുകളൊക്കെ ഏറ്റു എന്നൊക്കെ സങ്കല്പിച്ചു നോക്കൂ. അല്ലെങ്കിൽ ജീവിതത്തിലെ വലിയ പ്രതിസന്ധികളുടെ കയത്തിലേക്ക് എടുത്തെറിയപ്പെട്ടു എന്ന് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. സ്വന്തം കാര്യം പോലും മര്യാദക്ക് ചെയ്യാൻ കഴിയാത്ത, അതിനുവേണ്ടി ശ്രദ്ധ കൊടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ എത്തിപ്പെട്ട ഒരാള് മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ ഏറ്റുവാങ്ങാൻ കഴിയുന്നവരായി നിലകൊള്ളും എന്നാണോ ഇവര് പറയുന്നത്? വിശ്വാസത്തിന്റെ ബലത്തില് ദാഹജലം മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി പറയുന്ന മരണത്തിന്റെ പ്രയാസം നേരിടുന്ന ഘട്ടത്തിൽ മറ്റുള്ളവർക്ക് കൊടുത്തോളൂ, എന്റെ സഹോദരന് കൊടുത്തോളൂ എന്നൊക്കെ പറയുന്ന ചില സംഗതികൾ പോലും ചരിത്രത്തില് നമുക്ക് അത്യത്ഭുതകരമായ വിസ്മയങ്ങളിൽ പെട്ടതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്നിട്ടാണ് ഈ നിഷേധികൾ അവരുടെ പ്രതിസന്ധി ഘട്ടത്തില് മറ്റുള്ളവരുടെ പാപം കൂടി ഞങ്ങൾക്ക് അങ്ങ് ചുമത്തി തന്നേക്കൂ, അവര് പാപികളായി മാറിയത് ഞങ്ങൾ കാരണമായിട്ടാണ് എന്ന് അവർക്ക് പറയാൻ കഴിയുമെന്നാണോ ഇവര് സങ്കല്പിക്കുന്നത്? ഇനി ഈ ആളുകൾ അങ്ങനെ പറഞ്ഞാൽ തന്നെ ഇവരുടെ ഇംഗിതത്തിനനുസരിച്ച് തുള്ളുന്ന ഒരു മടയനാണ് അള്ളാഹു എന്നാണോ ഇവർ അള്ളാഹുവിനെ കുറിച്ച് ധരിച്ചു വെച്ചിട്ടുള്ളത്? അപ്പോ ഇവർ പറയുന്നത് എത്ര ഫൂളിഷായ, എത്ര അബദ്ധജടിലമായ ഒരു കാര്യമാണ് എന്നത് ഏത് മനുഷ്യനും ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് യാതൊരു സംശയത്തിനും ഇടമില്ലാത്ത വിധത്തിൽ അള്ളാഹു ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത് ഇന്നഹും ലകാദിബൂൻ. അതിനേക്കാളും കടുത്ത ഭാഷയിൽ അവരെ കുറിച്ച് ഇനി പറയാനില്ല. അവർ കള്ളന്മാരാണ്, കള്ളം പറയുന്നവരാണ് എന്ന്. അത്രത്തോളം ഒരാളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് എന്ത് വ്യക്തിത്വമാണ് ബാക്കിയുള്ളത്? നമ്മുടെ പ്രത്യേകമായ സാഹചര്യത്തിലുള്ള രാഷ്ട്രീയ ചുറ്റുപാടിലൊക്കെ നിരന്തരം കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് പിന്നെയും ആളുകൾ ചെവിക്കൊടുക്കുന്നൊക്കെ ഉണ്ടാവും. പത്രങ്ങളും ചാനലുകളും ഒക്കെ ആ അഭിപ്രായ പ്രകടനത്തെ കുറിച്ച് കേൾക്കാനും പിന്നെയും അഭിപ്രായം ചോദിക്കാനും ഒക്കെ സന്നദ്ധരാവുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അത് സത്യം കുഴിച്ചു മൂടപ്പെട്ട ഒരു സമൂഹമായതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ 1001 വട്ടം കള്ളം പറഞ്ഞുകൊണ്ടിരുന്ന ഒരാള് വീണ്ടും അതുപോലെ ഒരു കള്ളവുമായിട്ട് വരുമ്പോ
അതിന് വല്ല വിലയും കൽപ്പിക്കാൻ സമൂഹം സന്നദ്ധാവും. കള്ളം എന്നത് ഹഖിൽ നിന്ന് വേർതിരിക്കപ്പെട്ട വിധത്തില് കാണിക്കപ്പെടേണ്ടതുണ്ട്. സത്യം സത്യമാണ്, കള്ളം കള്ളമാണ് എന്ന വിധത്തിൽ കാര്യങ്ങളെ വിലയിരുത്തുന്ന ഒരു മാനദണ്ഡമോ ഒരു സമീപനമോ നിലനിൽക്കാത്ത ഒരവസ്ഥ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് കാരണമായിട്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഈ ആളുകളുടെ കാര്യത്തില് ഇന്നഹും ലകാദിബൂൻ എന്ന് പറയപ്പെട്ടതോടുകൂടി ഇന്ന് തീർന്നു അവരുടെ കാര്യം. അവരെ ഒരു കാര്യത്തിനും ആശ്രയിക്കാൻ കൊള്ളുന്നവരല്ല എന്നത് വളരെ വ്യക്തമാക്കപ്പെട്ട ഒരു കാര്യമാണ്. ഒരിക്കലും തന്നെ അവര് പറയുന്നതിന് ഒരു സ്വീകാര്യതയും നൽകേണ്ടതില്ല എന്നതാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്. ഇനി ഇവര് കാരണമായി വഴിപഴിച്ചവരുടെ പാപമല്ല ഏറ്റുവാങ്ങുന്നത്, പക്ഷെ അവരെ ഏറ്റുവാങ്ങും. സ്വന്തം പാപങ്ങളുടെ ഭാണ്ഡങ്ങൾ, അസ്കാൽ എന്ന് പറഞ്ഞ ഭാരങ്ങളാണ്. അവര് സ്വന്തം പാപങ്ങളുടെ ഭാരങ്ങള് ചുമക്കേണ്ടി വരും തീർച്ചയായിട്ടും. അത് കൂടാതെ അവര് വേറെയും ചില ഭാണ്ഡങ്ങള് ചുമക്കാനിരിക്കുകയാണ്. അതെന്താണത്? അത് അവര് കാരണമായി വഴിപഴിച്ച ആളുകളുടെ ആ പാപങ്ങളല്ല. അവര് കാരണമായി ചിലർ വഴിപിഴച്ചു എന്ന സ്വന്തം പാപങ്ങൾക്ക് പുറമെ മറ്റുള്ളവരെ വഴിപിഴപ്പിച്ചു എന്ന മറ്റൊരു പാപം കൂടി ഇവരുടെ മേൽ ഒരു ചാർജ് ഷീറ്റായിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ സ്വന്തം പാപങ്ങൾക്ക് പുറമെ മറ്റുള്ളവരെ പാപികളാക്കി മാറ്റിയ കാരണത്താലുള്ള ഒരു പാപഭാരവും അവർ ചുമക്കേണ്ടി വരും. അതിന്റെ അർത്ഥം അവര് കാരണമായിട്ട് വഴിപിഴച്ചവരുടെ പാപത്തില് എന്തെങ്കിലും കുറവ് വരും എന്നതല്ല. അവര് വഴിപിഴച്ചതിന് തീർച്ചയായിട്ടും കണക്ക് തീർത്ത് അവർക്ക് തന്നെ നൽകപ്പെടും. എന്നാൽ അവരെ വഴിപിഴപ്പിച്ചതിന് അതിന് ഉത്തരവാദികളായ ആളുകൾക്ക് അവരുടെ മേൽ വേറെ ചില ഭാണ്ഡങ്ങൾ ചുമത്തപ്പെടുന്നു എന്നതാണ് അള്ളാഹു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അവരുടെ അനുയായികൾക്ക് എന്തെങ്കിലും അതിൽ കുറവുണ്ടാകും എന്നല്ല. വലയഹ്മിലുന്ന അസ്കാലഹും, തീർച്ചയായിട്ടും അവരുടെ ഭാണ്ഡങ്ങൾ പേറും. അസ്കാലം അസ്കാലി, അവരുടെ ഭാണ്ഡങ്ങൾക്ക് പുറമെ വേറെയും ചില ഭാണ്ഡങ്ങളും അവര് പേറേണ്ടി വരും. വലയുസ്അലുന്ന യൗമൽ ഖിയാമത്തി അമ്മാ കാനൂ യഫ്തറൂൻ, ഇവര് വ്യാജമായി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ തീർച്ചയായിട്ടും അള്ളാഹു അവരെ ചോദ്യം ചെയ്യും, അവര് ചോദ്യം ചെയ്യപ്പെടും. അപ്പോ ഇവര് ഇഫ്തിറാ ചെയ്തിട്ടുള്ളത്, വ്യാജമായി ചമച്ചുണ്ടാക്കിയിട്ടുള്ളത്, ഇവരുടെ പാപം ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഇതൊന്നും ഒരു വിഷയമല്ല. പാരത്രിക ജീവിതമില്ല, ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ളത് ഒരു കെട്ടുകഥയാണ്, വിചാരണ എന്നത് വെറും ഒരു യക്ഷിക്കഥയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഈ കാര്യങ്ങൾ, എന്നിട്ട് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ഹദീഅത്തുകൾ ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്നവര് പറഞ്ഞ കാര്യം, ഇതൊക്കെ അവര് ചമച്ചുണ്ടാക്കി പറഞ്ഞ കാര്യങ്ങളാണ്. അതിന്റെ പേരിൽ തീർച്ചയായിട്ടും അവര് വിചാരണ നേരിടേണ്ടി വരും എന്നാണ് അള്ളാഹു കൂടെ പറയുന്നത്. മക്കയിലെ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ധാരാളം യുവാക്കള് അവരുടെ പാരത്രിക ജീവിതത്തെ കുറിച്ചുള്ള ആശങ്കയോടുകൂടി മാതാപിതാക്കളോടും നാട്ടിലെ പൗരപ്രമുഖരോടൊക്കെ സംസാരിച്ചപ്പോ അവര് നടത്തിയ പ്രതികരണം, അതൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട, ഞങ്ങൾ പറയുന്ന പോലെ വന്നാൽ മതി, അതൊക്കെ ഞങ്ങൾ ഏറ്റു, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ പാപം ഞങ്ങൾ കയറിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞിരുന്ന ആ ഒരു പശ്ചാത്തലം ഇതിനോട് ചേർത്ത് വെച്ച് മനസ്സിലാക്കുകയും ഈ ആശയം ആ നിലക്ക് ഉൾക്കൊള്ളുകയും ചെയ്യാവുന്നതാണ്. ഈ ആളുകള് പുനരുത്ഥാനത്തിൽ വിശ്വാസമില്ലാത്തവരാണ്, വിചാരണയിൽ വിശ്വാസമില്ലാത്തവരാണ്, അതൊക്കെ കെട്ടുകഥയായിട്ട് കാണുന്ന ആളുകളാണ്. അതുകൊണ്ട് ഇവരുടെ സംസാരവും അങ്ങനെയൊക്കെ തന്നെ പ്രാധാന്യമേ ഉള്ളൂ അതിന് എന്നാണ് കാണേണ്ടത്. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച ഘട്ടത്തിൽ അബൂ സുഫിയാനും ഹർബ് ഇബ്നു ഉമയ്യത്തും ഒക്കെ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഈ പറയുണ്ടായ കാര്യം പൂർവിക മതത്തിലേക്ക് മടങ്ങാനാണ്. ഇങ്ങനെയുള്ള വിചാരണയും അങ്ങനെയുള്ള സംഗതികളൊന്നും ഇല്ല, ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഞങ്ങൾ ഏറ്റു എന്ന വിധത്തിലാണ് അവര് സംസാരിക്കുകയുണ്ടായത് എന്നത് കാണാൻ സാധിക്കും. അതുപോലെ ഖുർആൻ വ്യക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അല്ലാ തസിറു വാസിറത്തൻ വിസ്റ ഉഖ്റ, ഒരു വാസിറത്തും, ഭാരം ചുമക്കുന്ന ഒരാളും തന്നെ മറ്റൊരാളുടെ ഭാരവും ചുമക്കാൻ പോകുന്നില്ല എന്നാണ് സംശയലേശമന്യേ ഖുർആൻ വ്യക്തമാക്കുന്ന ഒരു കാര്യം. മറ്റൊരിടത്ത്
അള്ളാഹു സൂറത്തുൽ നഹലിലെ 25-ാമത്തെ ആയത്തിൽ ഇങ്ങനെ കാണാം, ലി അഹ്മിലു ഔസാറഹും, അള്ളാഹുവിന്റെ മുന്നിൽ അവർ ഹാജരാക്കപ്പെടുന്നത് അവരുടെ പാപഭാരങ്ങൾ പേർന്നവരായിക്കൊണ്ട്, കാമിലത്തൻ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ, ഉയർത്തെഴുന്നേൽപ്പ് നാളില് അവരുടെ പാപങ്ങളുടെ ഭാണ്ഡങ്ങള് പൂർണ്ണമായിട്ട് ചുമന്നേറ്റി വരുന്നവരായിട്ടാണ് അവരുണ്ടാകുക. വമിൻ ഔസാരില്ലദീന യുളില്ലൂനഹും ബിഗൈരി ഇൽമിൻ, അജ്ഞതയിൽ കഴിയുന്ന ആളുകള് ഇവര് കാരണമായി വഴിപിഴച്ചു പോയതിന്റെ പേരിലുള്ള ഇവരുടെ മേൽ വെച്ച് കെട്ടേണ്ടി വരുന്ന പാപങ്ങളും അതിന്റെ ഭാണ്ഡങ്ങളും അതും കൂടി ചുമന്നുകൊണ്ടാണ് ഇവർ വരിക എന്ന് സൂറത്തുൽ നഹലിൽ അള്ളാഹു വ്യക്തമാക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്, ആരെങ്കിലും ഒരാളെ മൻ ദആ ഇലാ ഹുദ കാന ലഹു മിനൽ അജ്ർ മിസ്ല ഉജൂരി മൻ തബിഅഹു എന്നാണ്. ആരെങ്കിലും ഒരാളെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുകയും അങ്ങനെ അയാള് ആ സന്മാർഗം പിൻപറ്റുകയും ചെയ്താൽ ആ ക്ഷണിച്ച ആൾക്ക് ഈ സന്മാർഗം പിൻപറ്റിയ ആൾക്ക് ലഭിക്കുന്നത് പോലെയുള്ള ഒരു പ്രതിഫലം ഈ ക്ഷണിച്ച സത്യമാർഗത്തിലേക്ക് ക്ഷണിച്ച ആൾക്കും ലഭിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കുന്നത്. എന്നാൽ ആരെങ്കിലും ഒരാളെ ലലാലത്തിലേക്ക് കൊണ്ടുപോയി എങ്കിൽ അയാളുടെ ആ ലലാലത്തിൽ പോയ ആളുടെ അതിന്റെ പേരിലുള്ള ശിക്ഷയ്ക്ക് യാതൊരു കുറവും ഉണ്ടാകാതെ തന്നെ അയാളെ ലലാലത്തിൽ ആക്കിയ ആൾക്ക് അത് കാരണമായിട്ട് അതിന്റെ പാപം ഏറ്റുവാങ്ങേണ്ടി വരും എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ വ്യക്തമാക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോ ഞാൻ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഈ രണ്ടായത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ സംസാരം അവിടെ അവസാനിപ്പിക്കുകയാണ്. 2 ചോദ്യങ്ങൾ എന്റെ മുന്നിലുണ്ട്. അത് കഴിഞ്ഞ ദിവസം വിട്ടുപോയതാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് അതുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഒന്ന്, ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. കാസർഗോഡ് മധൂർ ശ്രീ മദനേശ്വര സിദ്ധി വിനായക ക്ഷേത്രത്തിൽ നടന്നു വരുന്ന മൂടപ്പ സേവ ഉത്സവത്തിന് ക്ഷേത്ര കമ്മിറ്റിയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് സംബന്ധിച്ച ഏരിയാൽ ജമാഅത്ത് കമ്മിറ്റി പ്രതിനിധികളെ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ മെമന്റോ നൽകി സ്വീകരിക്കുന്നു. ഇതിന്റെ ഖുർആനിക വീക്ഷണം പറയാമോ എന്ന് പറഞ്ഞിട്ടൊരു ഫോട്ടോ ഒക്കെ അയച്ചു തന്നിരിക്കുകയാണ്. അപ്പോ യഥാർത്ഥത്തില് നമ്മുടെ ജീവിത സാഹചര്യത്തില് രൂപപ്പെട്ടു വന്നിട്ടുള്ള ഒരു സങ്കീർണമായ ഒരു സാഹചര്യമാണ് ഇത് എന്ന് മനസ്സിലാക്കാൻ പ്രയാസമൊന്നുമില്ല. ആളുകള്, പ്രത്യേകിച്ച് വേട്ടയാടപ്പെടുന്ന സമൂഹത്തിലെ ആളുകള് ഈ ഭൂരിപക്ഷ സമൂഹത്തെ അല്ലെങ്കിൽ രാജ്യത്തെ ഭരണഘടനയെ കാറ്റിൽ പറത്തിക്കൊണ്ട് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന വിഭാഗത്തിലൊക്കെ പെടുന്ന ആളുകൾ, അവര് ഭൂരിപക്ഷത്തിന്റെ പിന്തുണയുണ്ട് എന്ന ഒരു ധാർഷ്ട്യത്തിലാണ് പലതും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യം സംജാതമായ അവസ്ഥയിൽ ഈ ഭൂരിപക്ഷത്തിനെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകളെ തൃപ്തിപ്പെടുത്തുക എന്നതാണ് നാട്ടില് സമാധാനത്തോടു കൂടി കഴിയാൻ ഉള്ള വഴി എന്ന് ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ പലരും തെറ്റിദ്ധരിക്കുകയാണ്. വിശേഷിച്ച് മുസ്ലിങ്ങൾ. ബാക്കിയുള്ളവരൊന്നും അത് ഗൗനിക്കാൻ പോകുന്നില്ല. അപ്പൊ മുസ്ലിങ്ങളില് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ കടന്നുകൂടിയിട്ടുണ്ട്. യഥാർത്ഥത്തില് ഇത്തരം ഈ മുസ്ലിമേതര സമൂഹത്തിൽപ്പെട്ട ആളുകളുമായി സൗഹാർദ്ദം ഉണ്ടാകുന്നതിനോ അവരോട് ദീനാനുകമ്പ കാണിക്കുന്നതിനോ അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനോ ഒന്നും ഇസ്ലാം ഒരു വിലക്കും ഏർപ്പെടുത്തിയിട്ടില്ല. തീർച്ചയായിട്ടും അവർക്ക് സാധ്യമാവുന്ന എല്ലാ സഹായങ്ങളും അതുപോലെ പിന്തുണയും ഒക്കെ നല്ല കാര്യങ്ങളിൽ ചെയ്യേണ്ടതുണ്ട്. അവരുടെ പ്രയാസങ്ങൾ അകറ്റി കൊടുക്കാനുള്ള ശ്രമങ്ങളിൽ നിരന്തരം ഏർപ്പെടുന്നതിന് ഒരു പ്രശ്നവുമില്ല. പക്ഷെ അവരുടെ ശിർക്കിൽ അധിഷ്ഠിതമായ വിശ്വാസവും ആരാധനകളും പ്രവർത്തനങ്ങളും, അത്തരം സംഗതികളിൽ മുസ്ലിങ്ങൾ സാന്നിധ്യം കൊണ്ടോ സാമ്പത്തിക സഹായം കൊണ്ടോ അല്ലെങ്കിൽ മറ്റു വിധത്തിലുള്ള ഒത്താശകൾ ചെയ്തു കൊടുത്തുകൊണ്ടോ ഒന്നും അതിന്റെ ഭാഗമായി മാറുക എന്നത് ഇസ്ലാം അനുവദിക്കുന്ന ഒരു കാര്യമല്ല. അത്
ശിർക്കിന്റെ വഴികളാണ് എന്നതിൽ യാതൊരു സംശയവും ഇല്ല. ഇപ്പോ സാമ്പത്തിക പ്രയാസം നേരിടുന്ന ഇതര സമൂഹങ്ങളിലെ ആളുകൾക്ക് അവരുടെ പട്ടിണി മാറ്റാൻ, അവർക്ക് നല്ല വസ്ത്രങ്ങൾ ഉണ്ടാവാൻ, നല്ല വീടുകൾ ഒരുക്കി കൊടുക്കാൻ, അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ, വിദ്യാഭ്യാസ ആവശ്യത്തിനൊക്കെ പിന്തുണ കൊടുക്കേണ്ടി വരും. അത് ചെയ്യുന്നത് എന്തുകൊണ്ടും പ്രതിഫലാർഹമായ കാര്യങ്ങൾ തന്നെയാണ്, ഒരു സംശയവുമില്ല. എന്നാൽ അള്ളാഹുവിന്റെ ഏകത്വം എന്ന അടിസ്ഥാന വിശ്വാസം അതിനെ വെല്ലുവിളിക്കുന്ന വിധത്തിലുള്ള, അല്ലെങ്കിൽ അതിന്റെ ആ വിശ്വാസത്തിനെ തകർക്കുന്ന വിധത്തിലുള്ള അനുഷ്ഠാനങ്ങളോ ആചാരങ്ങളോ ആരാധനാ കർമ്മങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളോ അതിൽ പോയി മുന്നിൽ നിന്ന് കൊടുക്കേണ്ട യാതൊരു കാര്യവും ഇവിടെ നിലനിൽക്കുന്നില്ല. അത് നമ്മുടെ ഒരുതരം അപകർഷതാബോധത്തിൽ നിന്ന് രൂപപ്പെട്ടു വന്നിട്ടുള്ള ഒരു സംഗതിയാണ്. നമ്മുടെ ഡിഗ്നിറ്റിയിൽ നമ്മൾ നിലക്കൊള്ളുക. അപ്പൊ ഈ ആളുകള് നമ്മളുടെ വ്യക്തിത്വത്തെ തിരിച്ചറിയും, അതിനെ അംഗീകരിച്ചുകൊണ്ടുള്ള നിലപാടും സ്വീകരിക്കും. അവർക്കറിയാം അത് നമ്മുടെ വിശ്വാസപ്രകാരം ഏറ്റവും കടുത്ത അധർമ്മമാണ് ആ കാര്യം എന്നത്. അത് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നില്ലെങ്കിൽ പിന്നെ ആര് അത് ഉയർത്തിപ്പിടിക്കും? നമ്മളാണ് നമ്മളുടെ വ്യക്തിത്വവും നമ്മളുടെ ഔന്നത്യബോധവും ഒക്കെ ഉയർത്തിപ്പിടിക്കേണ്ടത്. അത് നമ്മൾ കാണിക്കുന്നില്ലെങ്കിൽ, അക്കാര്യത്തിൽ നമ്മൾ വെള്ളം ചേർക്കുന്ന വിധത്തിലുള്ള നിലപാടുകൾ ആരെങ്കിലും തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ, ഇതൊക്കെ ഇവിടെ പറയപ്പെട്ട കാര്യമൊക്കെ അങ്ങനെയുള്ളതാണ്. അവിടെ മുന്നിൽ പോയി നിൽക്കുന്നതും മെമന്റോ കൊടുക്കുന്നതും വാങ്ങുന്നതും ഒക്കെ തന്നെ എന്തിനു വേണ്ടി? ശിർക്കിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നിടത്ത് സാന്നിധ്യം കൊടുക്കുക എന്നത് തന്നെ വലിയ അപകടകരമായ, നമ്മുടെ വിശ്വാസത്തെ വലിയ ആഘാതം ഏൽപ്പിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ്. അതിൽ സംശയമൊന്നുമില്ല. അങ്ങനെ ഒരു പങ്കാളിത്തമോ സാന്നിധ്യം കൊടുക്കലോ ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നത് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതേസമയത്ത് ആളുകളുടെ പ്രയാസങ്ങൾ അകറ്റുന്നതിന് വ്യക്തിപരമായ സഹവർത്തിത്വം, അയൽവാസി ബന്ധം, ഈ വക കാര്യങ്ങളൊക്കെ തന്നെയും ഏറ്റവും സമുന്നതമായ മൂല്യമായി കണ്ടുകൊണ്ട് നിലനിർത്തുകയും ചെയ്യണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തില് ഈ മഹല്ല് കമ്മിറ്റിയുടെ ആളുകൾക്ക് പിഴവ് സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് അവര് ഖുർആൻ വായിക്കാത്തത് കൊണ്ടാണ്, ഖുർആൻ പഠിക്കാത്തത് കൊണ്ടാണ് എന്നാണ് പറയാൻ ഞാൻ പ്രേരിതനാവുന്നത്. ഞാനത് കൂടുതലൊന്നും അത് സംബന്ധമായിട്ട് പറയുന്നില്ല. മറ്റൊരു ചോദ്യം മലപ്പുറത്ത് നിന്ന് അബ്ദുറഹ്മാൻ എന്നുള്ള അയച്ചിട്ടുള്ളതാണ്. നേർച്ച, ജാറം, ഖബറിലുള്ളവരോട് ഇടതേടി പ്രാർത്ഥിക്കൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശിർക്കാണല്ലോ. ഇവ ചെയ്യുന്ന മുസ്ലിങ്ങളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയോ വിമർശിക്കുകയോ ചെയ്താൽ ചിലർ പറയുന്നു, നിങ്ങൾ എന്തിന് അതിലിടപെട്ട് സ്വന്തം സൽക്കർമ്മങ്ങൾ നഷ്ടപ്പെടുത്തുന്നു? നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ചെയ്യേണ്ട. വിശ്വാസമുള്ളവരെ നിങ്ങൾ എന്തിന് തടയുന്നു? എന്താണ് ഇത്തരം ആളുകളോട് പറയേണ്ടത്? ഇങ്ങനെ ചെയ്താൽ സൽക്കർമ്മങ്ങൾ നഷ്ടപ്പെടുന്നു എന്നാണ് ഇദ്ദേഹത്തിന്റെ ചോദ്യം. അപ്പോ പലപ്പോഴും മുസ്ലിം സമൂഹത്തിൽ കടന്നുകൂടിയിട്ടുള്ള പല ജീർണതകളും, ഖുർആൻ നമ്മൾ ഏകദേശം പകുതിയിലേറെ പഠിച്ചു കഴിഞ്ഞു. ഇതിനകം 28 സൂറത്തുകളുടെ പഠനം പൂർത്തിയാക്കി. നമ്മൾ 29ാമത്തെ സൂറത്തിലാണല്ലോ. ഖുർആൻ മുന്നോട്ട് വെക്കുന്ന അടിസ്ഥാന ആശയങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം തന്നെ നമ്മൾ ഇതിനകം ഖുർആനിലൂടെ തന്നെ നേരിട്ട് പഠിക്കുകയുണ്ടായി. ഇവിടെ എവിടെയും തന്നെ നമുക്ക് ഈ മരിച്ചുപോയ ആളുകള് അവരുടെ കറാമത്ത് കൊണ്ട് അല്ലെങ്കിൽ അത്തരം ആളുകളെ ഇടനിലക്കാരായി കണ്ടുകൊണ്ട് അവരെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പുണ്യം നേടാനോ പ്രയാസം അകറ്റാനോ ഒക്കെ സാധിക്കുന്ന വിധത്തില്, അതിന് പ്രേരിപ്പിക്കുന്ന വിധത്തിൽ വല്ലതും വിശുദ്ധ ഖുർആനിൽ നമ്മൾ കാണുകയുണ്ടായോ? പൗരോഹിത്യം പടച്ചുവിട്ട പച്ചക്കള്ളങ്ങൾ, ഇങ്ങനെ പല മാധ്യമങ്ങളും ഉണ്ടെങ്കിലേ, ജാറവും നേർച്ചയും അതുപോലെ ഇടതേട്ടവും ഒക്കെ ഉണ്ടെങ്കിലേ ഈ പൗരോഹിത്യത്തിന് നിലനിൽക്കാൻ കഴിയുള്ളൂ. അതാണ് അവരുടെ കാര്യം. അവരതിലൂടെ വിദ്യാഭ്യാസമില്ലാത്ത, അറിവില്ലാത്ത, ഖുർആൻ പഠിച്ചിട്ടില്ലാത്ത ആളുകളെ ചൂഷണം ചെയ്തുകൊണ്ട്, അവരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് അവര് തടിച്ചു കൊഴുക്കുകയോ അവരുടെ ആവശ്യങ്ങൾ നിവർത്തിക്കുകയോ ഒക്കെ ചെയ്യുന്നു എന്നതാണ് വസ്തുത. യഥാർത്ഥത്തിൽ ഇസ്ലാം മനുഷ്യന്റെ വ്യക്തിത്വത്തെ വലിയ ഒരു വിധാനത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ദർശനമാണ്. അത് അവനെ സംസ്കരിക്കും, അവനെ അടിസ്ഥാനപരമായ ശരിയായ വീക്ഷണമുള്ളവനാക്കി മാറ്റും. ഏറ്റവും ഉത്തമമായ സാംസ്കാരികമായ ഗുണങ്ങൾ ആർജിക്കാൻ അവന് സാഹചര്യം ഒരുക്കും.
ഇങ്ങനെ യാതൊന്നും ചെയ്യാതെ അങ്ങനെയുള്ള സംഗതികൾക്ക് വേണ്ടിയുള്ള യാതൊരു ഒരു നേട്ടവും വിശുദ്ധ ഖുർആന്റെ പശ്ചാത്തലത്തിൽ നേടാൻ ഈ സമൂഹത്തിന് അവസരമൊരുക്കാതെ ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളുടെയും തെറ്റായ ആചാരങ്ങളുടെയും ആളുകളാക്കി മാറ്റുക എന്നത് ജനങ്ങളെ ചൂഷണം ചെയ്യാൻ ഈ പൗരോഹിത്യം കണ്ടെത്തിയ ഒരു വഴിയാണ് എന്നത് പറയാതിരിക്കാൻ വയ്യ. ഇങ്ങനെയുള്ള തിന്മകളിൽ നിന്ന് ആളുകളെ തടഞ്ഞു നിർത്തുക എന്നത് ഇസ്ലാമിക സമൂഹത്തിന്റെ സംസ്കരണ പ്രക്രിയയുടെ ഭാഗമായിട്ട് കാണേണ്ടതാണ്. അതിന്റെ പേരിൽ ഈ ബാക്കിയുള്ള ആളുകളെ ശത്രുക്കളായി കാണുകയോ വേറെ വിഭാഗങ്ങളാക്കി തിരിക്കുകയോ എന്നിട്ട് അവരെ അങ്ങനെ സംഘം തിരിഞ്ഞ് ആക്രമിക്കുകയോ ചെയ്യുന്ന ഒരു രീതിയല്ല വേണ്ടത്. എല്ലാ പ്രവാചകന്മാരും എല്ലാ മുജദ്ദിദുകളും എല്ലാ മുസ്ലിഹുകളും ചെയ്തിട്ടുള്ളത് തങ്ങളുടെ സമൂഹങ്ങളിൽ കടന്നുകൂടിയിട്ടുള്ള ജീർണതകളെ അത് അത് ഇല്ലാതാക്കിക്കൊണ്ട് സമൂഹത്തെ ശുദ്ധീകരിക്കുക എന്നുള്ള ഒരു കാര്യമാണ്. അത് സമൂഹത്തിൽ വിള്ളലുണ്ടാക്കാതെ സമൂഹത്തിൽ ഛിദ്രതയ്ക്ക് അവസരം ഉണ്ടാക്കാതെ നിർവഹിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ കാര്യങ്ങൾ ബോധ്യപ്പെട്ടാൽ ഖുർആൻ നൽകുന്ന സന്ദേശം എന്താണെന്ന് മനസ്സിലായാൽ ആളുകള് പാരത്രിക ലോകത്ത് പാരത്രിക ജീവിതത്തിൽ വിശ്വാസമുള്ള ആളുകൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് പിന്തിരിയും. അതുകൊണ്ട് ഖുർആൻ പഠിപ്പിക്കുകയും ഖുർആന്റെ സന്ദേശം ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നതാണ് നമുക്ക് ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യം. എന്തായാലും ഈ സമൂഹം പല വിധത്തിലുള്ള ജീർണതകൾ പേറിക്കൊണ്ടു പോകുന്നവരാണ്. ആ ജീർണതകളെ കഴുകി പോക്കി ഇല്ലാതാക്കി ശുദ്ധീകരിച്ചെടുക്കുകയാണ് ഈ സമൂഹത്തെ ക്ലെൻസ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് എന്നതാണ് നമുക്ക് വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ ഇത് സംബന്ധമായി പറയാൻ സാധിക്കുക. ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളോട് എന്താണ് പറയേണ്ടത് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അവരോട് ഖുർആൻ ഒന്നാമത്തെ ആയത്ത് മുതൽ അവസാനത്തെ ആയത്ത് വരെ ഒന്ന് പഠിച്ചിട്ട് വരാൻ വേണ്ടി പറയാം. എന്നാൽ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന വല്ലതിനും വല്ല പിന്തുണയും പിൻബലവും ഈ വിശുദ്ധ ഖുർആനിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുമോ എന്ന് ചോദിക്കുക. ഇതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയാണോ ഖുർആൻ അവതരിച്ചിട്ടുള്ളത് എന്നും ചോദിക്കുക. അപ്പോൾ വേണമെങ്കിൽ അള്ളാഹു ഹിദായത്ത് ലഭിക്കാൻ ഭാഗ്യം നൽകിയിട്ടുള്ള ആളുകളാണെങ്കിൽ ആലോചിക്കും, സത്യം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.